നിർത്ത് നിർത്ത്, പേടകം നിർത്തടോ. ആവൂ, എത്തിയില്ലോ, ഭാഗ്യം. എന്താ എത്തത്തില്ലാന്ന് വിചാരിച്ചു? ഞാൻ തന്നോടല്ല പറഞ്ഞത്. സാറ് വണ്ടി കയറിയപ്പോ തൊട്ട് തുടങ്ങിയ ചൊറിച്ചിലാണല്ലോ. 10 വർഷമായി ഇത് ഓടിക്കാൻ തുടങ്ങിയിട്ട്. ആരെ എങ്ങനെ എവിടെ കൊണ്ടെത്തിക്കണമെന്നുള്ള എനിക്കറിയാം. എത്രയായി? 22. തന്റെ പ്രായമല്ല ചോദിച്ചത്, കൂലിയാ. കൂലിയാ ഞാനും പറഞ്ഞത്. അപ്പൊ തന്റെ പ്രായവും കൂലിയൊക്കെ ഒന്ന് തന്നെ. ഓ, ചിലപ്പോ 20 പോരെ? 2 ഉലുവ കൂടെ വേണം. മുതലാളിയുടെ ഹോട്ടലിൽ കയറി ഞാനൊരു ചായ കുടിച്ചാലേ 10 പൈസ കുറച്ചു തരാറില്ലല്ലോ. നല്ല നോട്ട് തന്നെ. സൂക്ഷിച്ചു പൊക്കോളൂ കേട്ടോ, പാണ്ടി ലോറികൾ പായണ സമയ. ഇടിച്ചാ പിന്നെ പൊടി കാണില്ല. കരിനാക്ക, ഒന്നും സംഭവിക്കാതിരുന്നാ മതി. എടാ പട്ടി, ഈ പണ്ടറവിടെ ഉണ്ടാ. എടാ പന്നി, NDRന്റെ അനുവാദമില്ലാതെ നീ വണ്ടി എടുക്കും അല്ലേടാ? ഞാൻ ആരാണെന്ന് ശരിക്കും നിനക്ക് മനസ്സിലായില്ലടാ. തൊലിവെളപ്പുള്ളവളെ കണ്ടപ്പോ നീയും അങ്ങോട്ട് മയങ്ങിയില്ലേ? മര്യാദക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെയായ മര്യാദക്ക് ഇറങ്ങി വരുന്നതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എന്നാ മുതലാളി ഇങ്ങോട്ട് കയറി വാ, നമുക്ക് ഇവിടെ നിന്ന് സൗകര്യമായിട്ട് സംസാരിക്കാം. ഇറങ്ങടാ, ഇല്ലെങ്കിൽ ഞാൻ എറിഞ്ഞു വീഴ്ത്തും. എന്റെ അമ്മേ, ക്ഷമിക്കണം മുതലാളി, ഞാൻ നിരപരാധിയാണ് മുതലാളി. മുതലാളിയോട് ഒരു വാക്ക് ചോദിക്കാനുള്ള സാവകാശം പോലും മരുമോള് തന്നില്ല. ഓഹോ, അങ്ങനെയാണല്ലേ? എന്തൊരു തണുപ്പ്! ഊട്ടിയിൽ ജട്ടി വിറ്റ ഓർമ്മ. 2 എണ്ണം പിടിപ്പിച്ചിരുന്നേ തണുപ്പൊന്ന് മാറിയാനെ. NDR ഭാഗ്യവാനാ. അയ്യോ, നിങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അല്ല പരമാനന്ദൻ, എന്ത് വൃത്തികേടാണോ വൃത്തികെട്ടവരെ താനീ കാണിച്ചത്? മരുമോനെ വിട്ട് വിരുന്നിന് വന്ന അമ്മായിയമ്മ കുളിക്കാതെ ഒളിഞ്ഞു നോക്കുന്നോ? മോനെ രമണ, ടീളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അവരും കൂടെ അറിയട്ടെ തന്റെ ഈ തൊട്ടിത്തരം. എടോ, ആനയും അമ്പാരിയുള്ള തറവാട്ടി ജനിച്ചവളായി അവള്. എവിടെ മാനം പോയില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 23 വർഷമായി. ഇന്ന് വരെ എവള് കുളിക്കുന്ന ഞാൻ പോലും ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനു മുമ്പ് പലരും ഒളിഞ്ഞു നോക്കി പരിചയമുള്ള പെണ്ണാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് അവളുടെ ആദ്യത്തെ അനുഭവമാണ്. എന്റെ ദാമ്പത്യം തകർന്നല്ലോ ദൈവമേ. എല്ലാം കണ്ടോടി, കാറുണ്ട്, ബസ്സുണ്ട്, ഹോട്ടലുണ്ട്, എന്ത് പ്രയോജനം? വിവരമില്ലല്ലോടോ. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ നോക്കിക്കൊണ്ട് നിൽക്കണേ? പൊക്കോ, ഇവിടെ തുണി മാറിക്കോട്ടെ. നീ പോയി തുണി മാറടി. ഇയാള് പോയില്ലേ? ഇനി ഇതും കൂടെ കണ്ടേച്ചേ പോകത്തുള്ളൂ. അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് പോവേ. എന്റെ ദൈവമേ, ആരായിരിക്കും ഈ നേരത്ത്? ആരാ? എന്റെ കക്ഷികൾ ആരെങ്കിലും ആണെങ്കിൽ ഞാനിവിടെ ഇല്ല. ദയവ് ചെയ്തെന്നെ ദേഹോത്ര ഏൽപ്പിക്കരുത്. നമുക്കപ്പയിന് കൊടുക്കാം. എന്റെ സ്വന്തം ചെലവിൽ ഞാൻ നല്ല വിവരമുള്ള വക്കീലിനെ വെച്ച് വാദിപ്പിച്ചോളാം. എടോ ഉണക്ക വക്കീലേ, ഇത് ഞാനാ NDR. ആറോ? നീതി ദേവത തുണച്ചു. മുതലാളി എന്താ ഈ പാതിരാത്രിയില് അവിടെ കിടക്കാൻ പറ്റണ്ടേ? വാട്ട് ഹാപ്പൻഡ് മുതലാളി? താൻ അങ്ങോട്ടൊന്ന് നോക്ക്, അതിപ്പോ വീടല്ല തൊഴുത്താ. അപ്പൊ വീട് തൊഴുത്തിലോട്ട് മാറ്റിയോ? അതിനുള്ള സൗകര്യം ഉണ്ടോ അവിടെ? അപ്പൊ ഈ തൊഴുത്തിലെ പശുക്കളൊക്കെ പിന്നെ? തൊഴുത്തിലെ പശുക്കളൊക്കെ ഞാൻ തിന്നു. എടോ കഴുതേ, ഈ പോക്ക് പോയാ ഞാൻ താമസിയാതെ തൊഴുത്തിലാകുമെന്നാ പറഞ്ഞു വന്നത്. ആ എടാകൂടത്തിന് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ തനിക്ക് എന്ത് ദ്രോഹമാണോ ചെയ്തത്? അവൾ അടങ്ങിയില്ലേ മുതലാളി? എവിടെ അടങ്ങാൻ? അവൾ അവിടെ മുഴുവൻ കിടന്ന് ഉഴുതു മറിക്കല്ലേ. എന്റെ മോൻ എന്റെ കൈ വിട്ടു പോകുന്ന ലക്ഷണമാണോ വക്കീലെ ഞാൻ കാണുന്നത്? പാറ പോലെ ഉറച്ച മുതലാളി പതറുന്നു. ഇപ്പോഴേ ദേ സെന്റിമെന്റൽ ആയാലേ താമസിയാതെ മെന്റൽ ആവേ. മരുമോളെ ഒതുക്കണം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് വിട്ടേക്ക്. ഈർക്കിലി പോലുള്ള താൻ വിചാരിച്ച അവൾ ഒതുങ്ങോ? ഞാനെന്നല്ല, 500 കിലോ വെയിറ്റ് ഉള്ള ഒരു പുരുഷൻ വിചാരിച്ചാൽ പോലും ഒരു പെണ്ണിനെ ഒതുക്കാൻ പാടാ മുതലാളി. ഒരു പെണ്ണിനെ ഒതുക്കാൻ മറ്റൊരു പെണ്ണിനെ കൊണ്ടേ പറ്റൂ. അത് ഇന്ത്യൻ പീനൽ കോഡിൽ സെക്ഷൻ 1-ലോ 301-ലോ കാണത്തില്ല. പക്ഷേ ബുക്ക് ഓഫ് ഫീമെയിൽ സൈക്കോളജിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ അതിന് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടും മുതലാളി. കഴിഞ്ഞ കനേഷുമാരി കണക്കും പ്രകാരം
ഒരു പുരുഷന് വേണ്ടി 9 പെണ്ണുങ്ങൾ നോയമ്പ് നോക്കുന്നുണ്ട്. അതിന്നൊരെണ്ണത്തിന് നമ്മൾ രമേശന് വേണ്ടി കണ്ടുപിടിക്കുന്നു. രമേശനോ? യെസ്, അനിയന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യയെ ഒതുക്കും. അതൊരു ലോക തത്വമാണ് മുതലാളി. അതിന് രമേശന് കല്യാണപ്രായം ആയോടോ കോന്തം വക്കീലേ? ആയി മുതലാളി. മുതലാളി ഒന്ന് കെട്ടിച്ചു നോക്ക്, ഒരാഴ്ചക്കുള്ളിൽ വിവരം അറിയും. തിരുമുഖമഴകൊടു കണ്ടൻ നെഞ്ചിൽ തകതിമിരോ കരവിളി ചിന്നിയ മിന്നലണിഞ്ഞൻ ചിരകൾ തകതിമിരോ ചിഞ്ചില പതലയ സുധയാലിന്നൻ ചിന്തകൾ തകതിമിതോ അരുവികൾ തഴുകിയ കൊഴിയിട തൊടുമൻ അടിമുടി തകതിമിതോ ഇരുളിലുമായി നിൻ ചൊടികളിൽ ഉതിരുമൊരഴകിയ ചിരിയുടെ പൊരുളിനു തകതിമിതോ തിരുമുഖമഴകൊടു കണ്ടൻ നെഞ്ചിൽ തകതിമിരോ കരവിളി ചിന്നിയ മിന്നലണിഞ്ഞൻ ചിരകൾ തകതിമിതോ ചിഞ്ചില പതലയ സുധയാലിന്നൻ ചിന്തകൾ തകതിമിതോ അരുവികൾ തഴുകിയ കൊടിയിട തൊടുമൻ അടിമുടി തകതിമിതോ ഇരുളിലുമായി നിൻ ചുടികളിൽ ഉതിരുമൊരഴകിയ ചിരിയുടെ പൊരുളിനു തകതിമിതോ എന്നോട് നിന്റെ തറവേല കാണിച്ചാലുണ്ടല്ലോ ഞാൻ തറയടി. വേണ്ടി വന്ന ഇനിയും തറയോ? പണം ഉണ്ടെങ്കിൽ നീ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അങ്ങോട്ട് കുറച്ച് തന്നാ കൊള്ളാവുന്നുണ്ട്. പണമായിട്ടല്ല, നിന്റെ കരണക്കുറ്റിക്ക് നോക്കി 2 പെട എല്ലാം അടിക്കണം. എലക്ഷന് തോറ്റാന്റെ കൊടുക്കരു ഇവിടെ കാണിക്കേണ്ടത്. എലക്ഷന് ജയിച്ചതിന്റെ മഹത്വം നീ വിളമ്പണ്ട. പോയതിന് വളർച്ചലടി നീ ജയിച്ചത്. അതെന്റെ മിടുക്ക്. എന്നാലേ ഇത് എന്റെ മിടുക്ക്. കളിയാകുമ്പോ ഒന്ന് വീണെന്നൊക്കെ വരും. വീണോ? ഈ ചോരയ്ക്ക് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പൗർണമി എന്നല്ലടി. പൗർണമി എന്താ കാണിക്കുന്നത്? അവൾ അങ്ങനെ പാല് കുടിക്കണ്ട. ഈശ്വര, ഫസ്റ്റ് നൈറ്റിൽ പാല് പിന്നെയും പ്രശ്നമാവാണല്ലോ. ഇവിടെയാണ് രമേശൻ കെട്ടാൻ പോകുന്ന ഒരു വാക്ക് രമണൻ എന്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കുടിപ്പേക്കുള്ള കാര്യം ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവന്റെ വിവാഹത്തിന്റെ ഒരു കാര്യത്തിലും അച്ഛൻ നമ്മളെ അടുപ്പിച്ചില്ലല്ലോ. അവൾ ഇതിനകത്ത് വാഴുന്ന എനിക്കൊന്ന് കാണണം. എന്താ ഇതില്? അതെ, ഈ വീടിനൊരു ശാപമുണ്ട്. എന്താ? ആദ്യ രാത്രിയിലെ പാല് വാഴില്ല. അതുകൊണ്ട് വെളുപ്പിന് തന്നെ അച്ഛൻ കറന്നതിൽ നിന്ന് നമുക്കുള്ള പങ്ക് ഞാനിങ്ങ് അടിച്ചു മാറ്റി. നന്നായി. കിച്ചണിലേക്ക് എങ്ങനെയാ പോവാന്നും കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. അവളുടെ മോന്ത കണ്ട എന്റെ മൂഡ് മുഴുവൻ പോവും. ദേ, കോളേജ് പഠിക്കുന്ന കാലത്ത് അസൂയയും കുശുമ്പും വൈരാഗ്യവും പ്രതികാരം ഒക്കെ പതിവാ. ഇവിടെ നിങ്ങൾ ഇനി ഒരുമിച്ച് കഴിയേണ്ടവരല്ലേ? അതൊക്കെ ഇനിയും മനസ്സിൽ വെക്കണോ? തനിക്ക് അവളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. കോളേജ് ഇലക്ഷൻ അവളോട് മത്സരിച്ച് ഞാൻ തോറ്റതുകൊണ്ടൊന്നുമല്ല. അസൂയയുടെ കൂടെ അവള് നല്ല നിലയിൽ കഴിയുന്നവരെ കാണുമ്പോഴേ അവക്ക് സഹിക്കത്തില്ല. ചേട്ടത്തിയോടുള്ള പകയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ഇനിയും നമുക്ക് ധാരാളം രാത്രികൾ ഉണ്ടാവും. അത് പിടിച്ചേ. തൽക്കാലം ഈ രാത്രിയില് ചേട്ടത്തിയോടുള്ള വൈരാഗ്യം പകയൊക്കെ മറന്ന് എന്റെ പഞ്ചമിക്കുട്ടി ഇത് കുടിച്ചിട്ടേ ബാക്കി എനിക്ക് താ. ഈശ്വര, ഈ ഫസ്റ്റ് നൈറ്റും പിരിഞ്ഞല്ലോ. എന്താ? പാല് തൈരായി. നമുക്ക് ഈ തൈര് കുടിച്ച് ഫസ്റ്റ് നൈറ്റ് ഒന്ന് പരീക്ഷിച്ചാലോ? നോൺസെൻസ്. തന്റെ ഈ പ്രയോഗം ഏറ്റെന്നാ തോന്നുന്നത്. അവര് തമ്മിൽ ഇപ്പോഴേ ഒരു മുറുമുറുപ്പ് മണക്കുന്നുണ്ട്. കേക്കാതെ എവിടെ പോവാനാ മുതലാളി? 2 മല ചേരും, പക്ഷെ 2 മനസ്സിലായടോ. ഇനി മുതലാളി കയ്യും കെട്ടിങ് ഇരുന്നേച്ചാ മതി, അടിച്ചു തീർത്തോളും. ആരെ? അവര് തമ്മില് ഉപ്പുമില്ല പുളിയില്ല. ഏതവളെ ഇതുണ്ടാക്കിയത്? ഉപ്പും പുളിയൊക്കെ പാത്രമുണ്ടല്ലോ പഞ്ചമി. നിങ്ങൾക്കിത് മതിയായിരിക്കും. ഞാനേ ബാലകൃഷ്ണ പണിക്കരുടെ ഒറ്റ മോളാ. നല്ല ഭക്ഷണം കഴിച്ച് തന്നെ വളർന്നിട്ടുള്ളത്. അല്ലാതെ ഇവിടെയുള്ള മറ്റു ചിലരെ പോലെ ഇവിടെ ഇതൊക്കെ ഉള്ളൂ, വേണമെങ്കിൽ കഴിച്ചാ മതി. ആഹാ, എന്നാ എനിക്കതൊന്ന് അറിയണം. വേണ്ട പഞ്ചമി, വിളക്കിന് വെക്കണത്തിന് പോണ്ട. നിങ്ങൾ ഇവിടെ അടങ്ങിയിരുന്നാ മതി.
എനിക്കിവിടെ ഒരു വിലയുണ്ടെന്ന് അറിയണല്ലോ. ആഹാ, ഇന്ന് ഞാൻ കാണിച്ചു തരാം. എടി, 2 മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കിയേ. 2 മുട്ട മതിയോ? പറഞ്ഞത് കേട്ടില്ലേ? കൊച്ചമ്മ പറയട്ടെ. ആഹാ, അവള് പറഞ്ഞാലേ നീ കേൾക്കത്തുള്ളോ? എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. ഒന്നും അറിയാനില്ല. ഞാൻ നിർത്തിയ സെർവന്റ് ഞാൻ പറയുന്നേ കേൾക്കും. എന്താ ഇത്? വായിക്കാൻ അറിയില്ലേ? ഇത് മുഴുവൻ അടുക്കള സാധനങ്ങളല്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ട്. അതൊക്കെ അവക്ക് പരിപാലിക്കാൻ. നാളെ മുതൽ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ വേറൊരു അടുക്കള ഓപ്പൺ ചെയ്യും. കുളത്തിനകത്ത് വേറൊരു കുളവും? അവക്ക് ഇഷ്ടമുള്ളത് തിന്നാൻ ഞാൻ എന്താ അവളുടെ ജോലിക്കാരിയാണോ? അല്ലേ തന്നെ എനിക്ക് അവളെ വിശ്വാസമില്ല. വിഷം തന്ന് കൊല്ലാൻ പോലും മടിക്കാത്ത ജാതിയാ. ആ, അതൊക്കെ പോട്ടെ. രമയ്ക്ക് ഇത് വാങ്ങാൻ പറ്റുമോ? അത് പറ. രമയോ? എന്റെ പേര് രമേശ് എന്നാ. അതൊക്കെ പഴഞ്ചനല്ലേ. ഞാൻ ഇനി രമയെന്നെ വിളിക്കൂ. അതൊക്കെ പെൺകുട്ടികളുടെ പേരാ. അത് വിളിച്ചെനിക്ക് നാണം വരും. ഒരു ഷൻ എന്നോട് കൂട്ടി വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ. രമയെന്ന് വിളിക്കാനാ സുഖം. അതിലൊരു റൊമാൻറ്റിക് ടച്ച് ഉണ്ട്. ഞാനൊന്ന് കുളിക്കട്ടെ. പിന്നെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരെ ഇങ്ങോട്ട് അയക്കാൻ ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അച്ഛൻ രമ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഏർപ്പാടി. പൊൻകിരണമെന്നു തഴുകുമ്പോൾ കണ്ണിലത് സൂര്യമുന പോലെ, കന്നിമഴ എന്നു നനയുമ്പോൾ കല്ലുമഴ പെയ്ത കഥ പോലെ, ഉള്ളത്തിലൊന്നു കള്ളത്തിലൊന്നു കർമ്മത്തിലൊന്ന്, കപടമുഖ നെഞ്ചത്തിലൊന്നു മഞ്ചത്തിലൊന്നു തഞ്ചത്തിലൊന്ന്, കരപൊടവൾ അമ്പിളി മാമനെ മുമ്പിൽ കാണണമെന്നു മുഖം തിരിയും. എങ്കിലും അവളൊരു ചന്ദന സുരഭില സുന്ദര സുഖമല്ലോ. തിരുമുഖമഴകൊടു കണ്ടൻ നെഞ്ചിൽ തകതിമിതോ, കതിർമിഴി ചിന്നിയ നിലണിഞ്ഞും സിരകൾ തകതിമിതോ. മലയാളമിതിലിന്നും ഭൂതനകൾ മന്ധരകളില്ലേ, ശീലഗുണമോടി മറയുന്നു, ശൂർപ്പണഖ മുന്നിലടയുന്നു. കൊല്ലുന്ന കണ്ണ് ചൊല്ലുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്, അഴകിലവൾ എയ്യുന്നതൊന്ന് കൊള്ളുന്നതൊന്ന് കൊള്ളുന്നു നീ. കൊടിയ കനൽ ചിന്തിയ സന്ധ്യയിൽ വെന്തുകരിഞ്ഞിടും ഈയാം പാറ്റകൾ നാം. എങ്കിലും അവളൊരു കുളിരല കഴുകിയ തങ്കനിലാവല്ലോ. തിരുമുഖമഴകൊടു കണ്ടൻ നെഞ്ചിൽ തകതിമിതോ, കതിർമിഴി ചിന്നിയ നിലണിഞ്ഞും സിരകൾ തകതിമിതോ. എന്റെ ഈശ്വര! താനിങ്ങനെ വലിയ വലിയ വക്കീലന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്നെ പേടിപ്പിക്കാണ്ട് നാക്കടുത്ത് എന്തെങ്കിലും പറയടോ. കിട്ടി മുതലാളി, കിട്ടി. ഒരേ സമയം ആ 2 യക്ഷികളെയും ആണിയടിച്ച് തറയ്ക്കാനുള്ള തന്ത്രം എന്റെ കയ്യിലുണ്ട്. ഇനി ഒരു കല്യാണത്തെ പറ്റിയാണ് താൻ പറയാൻ പോകുന്നതെങ്കിൽ കെട്ടിക്കാൻ എനിക്ക് ഇനി മക്കളില്ല. പക്ഷെ പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരാൾ വേറെ ഉണ്ട്. താൻ കെട്ടിയിട്ട് എനിക്ക് എന്തോ പുണ്യം? എന്റെ കാര്യമല്ല മുതലാളി. ഈ ശരീരവും വെച്ച് ഇനി ഒരു കല്യാണം ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല മുതലാളി. അമ്മായി അമ്മ ഇല്ലാത്ത എല്ലാ കുടുംബങ്ങളിലും മരുമക്കൾക്ക് വാല് മുളച്ചിട്ടുണ്ട്. ഞാനതിന് സാക്ഷിയാ മുതലാളി. അങ്ങനെയുള്ള പല കേസുകളും കഴിവുള്ള വക്കീലന്മാർ കോടതിയിൽ വാദിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. മുതലാളിയുടെ വീട്ടിലെയും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു അമ്മായി അമ്മയുടെ കുറവാ. അന്തം വിട്ട പ്രതിക്ക് എന്തും ചെയ്യാം മുതലാളി.
വലതുകാല് വെച്ച് കേറിക്കോളൂ. ആരതിയില്ലേ? ആ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മരുമക്കളുടെ പേര് പൗർണമിന്നും പഞ്ചമിന്നാന്ന്. ആരതിയല്ല, ദേ ഇത്. നോക്കി നിൽക്കാതെ അമ്മ ആരതി ഒഴിഞ്ഞ് അകത്തോട്ട് കയറ്റി മക്കളെ. രമേ, ഈശ്വര, ഇവിടത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. മതി. തീ വേണമെന്നല്ലേ ഉള്ളൂ, ഇത് തന്നെ ധാരാളം. ചേട്ടൻ കയറിയാട്ടെ. ഓ, വലത് കാല് വെച്ച് കയറിയേട്ടാ. ഏത്? ദേ ഈ കാല്. ഓ, ആ. മെഴുകുതിരിയോളുള്ളെങ്കിലും വക്കീലും എടുക്കണേട്ടോ. മോനെ രമണ, അച്ചിയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. മോനെ രമേശ, നീയും അച്ചിയും കൂട്ടി ഒന്ന് ഇങ്ങോട്ട് വാ. ഇത് രമണൻ, എന്റെ കടിഞ്ഞൂൽ സന്തതി. കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പൗർണമി. ഇവളുടെ തന്തയ്ക്ക് പട്ടണത്തിൽ വലിയ തുണിക്കടയുണ്ട്, പക്ഷെ അങ്ങേർക്ക് നാണല്ല. ഇത് ഇളയ മകൻ രമേശൻ, കൂടെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത് അവന്റെ ഭാര്യ പഞ്ചമി. ചാരായത്തിനാണ് സമ്പാദിച്ചതെങ്കിലും ഇവളുടെ തന്തയേക്കാൾ കുറച്ച് ഭേദമാണ് അവളുടെ തന്ത. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്റെ പേര് പാർവതി. അമ്മ മലയാളിയും അച്ഛൻ തെലുങ്കിനുമാണ്. അതുകൊണ്ട് ജനിച്ചതും 15 വയസ്സ് വരെ വളർന്നതും ആന്ധ്രയിലെ ഗുണ്ടൂരിലാണ്. അച്ഛൻ മരിച്ച ശേഷം ഞങ്ങൾ കുടുംബസമേതം നാട്ടിലേക്ക് പോകുന്നു. അപ്പൊ ഇത് ശിവപാർവതി തന്നെ. പാർവതിയെ നിങ്ങൾക്ക് അമ്മയായിട്ട് കാണാൻ പറ്റില്ലായിരിക്കും, എന്നാലും അച്ഛന്റെ ഭാര്യയാണ്. അത് ഓർമ്മ വേണം. ആ സ്ഥാനവും ബഹുമാനവും പാർവതിക്ക് ഈ വീട്ടിലുണ്ടായിരിക്കണം. ഏയ്, അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? സ്നേഹവും ബഹുമാനവും ഒക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. പെറ്റമ്മയായില്ലെങ്കിൽ എനിക്ക് പോറ്റമ്മയാകാലോ. ഏയ്, സാരമില്ലെന്നേ. ഈ പിണക്കമൊക്കെ പോവാ മാറിക്കോളൂ.